എവിടെ നോക്കിയാലും ഈ സെഡീഷനായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങളാണ്. അല്ല, ഈ IPCക്ക് പകരം വന്ന BNS ഇല്ലേ, അതിൽ സെഡീഷൻ ഉണ്ടെന്ന് പറയുന്നത് ഉള്ളതാണ്? ലീഗലി സ്പീക്കിംഗ് സെഡീഷൻ എന്ന് പറഞ്ഞ് ലിറ്ററലി നമുക്ക് കാണാൻ സാധിക്കത്തില്ല. പക്ഷെ സെഡീഷന് സമാനമായിട്ടുള്ളൊരു വകുപ്പ് BNS ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് രാജ്യത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും ബാധിക്കുന്ന കുറ്റങ്ങൾ എന്ന് പറഞ്ഞിട്ട്. ഇപ്പം 152 വകുപ്പൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഈ പറഞ്ഞ രാജ്യത്തിന്റെ പരമാധികാരം അഖണ്ഡതയൊക്കെ ബാധിക്കുന്ന തരത്തിൽ നമ്മൾ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആംഗ്യം കൊണ്ടോ അല്ലെങ്കിൽ വിസിബിൾ ആയിട്ടുള്ള എന്തെങ്കിലും റെപ്രസെൻറ്റേഷനൊക്കെ കൊണ്ടിട്ട് എന്തെങ്കിലും കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അതിന് നമുക്ക് 7 വർഷം മുതൽ ജീവപര്യന്തം വരെ തടവ് കിട്ടാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അത് ഈ സെഡിഷൻ മുൻപ് നിലനിന്നതിന് സമാനമായിട്ടുള്ളൊരു വ്യവസ്ഥയാണ്. അല്ല, അപ്പം അത് പ്രശ്നമാണോ? പ്രശ്നമാണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും പ്രശ്നമാണ്. കാരണം ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന 152 ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ ഭയങ്കര വേഗ. ഇപ്പം അതിനകത്ത് എന്ത് കുറ്റം വേണമെങ്കിലും കൊണ്ടുവരും. ഇപ്പം ഞാനോ നീയോ എന്തെങ്കിലും എഴുതുകയോ പറയുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് രാജ്യത്തിൻ്റെ അഖണ്ഡതയെ ബാധിച്ചു, അല്ലെങ്കിൽ വിഭാഗീയത ഉണ്ടാക്കി, അല്ലെങ്കിൽ വിഘടനവാദത്തെ പ്രോത്സാഹിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റേറ്റിന് ക്രിമിനലൈസ് ചെയ്യാം. അപ്പം നമ്മളെ ജീവപര്യന്തം തടവിലിടുകയോ അല്ലെ കോടതി വ്യവഹാരങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുകയോ ഒക്കെ ചെയ്യാൻ പറ്റും. ഇപ്പം മുൻപ് നിലനിന്നിരുന്ന സെഡിഷൻ 124A ഉൾപ്പെടുത്തിയിരുന്നത് IPC. അപ്പോൾ ആ വ്യവസ്ഥ സുപ്രീം കോടതി സ്റ്റേ ചെയ്യുകയുണ്ടായി. അപ്പോൾ അത് എന്തുകൊണ്ടാണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വേഗമായിട്ടുള്ള നിയമം വഴി ഒരുപാട് ആളുകളെ പ്രോസിക്യൂട്ട് ചെയ്യുന്നു, ദീർഘകാലം ജയിലിൽ കിടക്കുന്നു, കോടതി വ്യവഹാരങ്ങളിൽ എത്തുന്നു, പക്ഷേ അവർ ശിക്ഷിക്കപ്പെടാതെ പോകുന്നു. അപ്പം അതിൻ്റെ ക്രൈം ഈ പറഞ്ഞ കുറ്റം ചുമത്തപ്പെടുന്ന റേറ്റ് വളരെ കൂടുതലും ശിക്ഷിക്കപ്പെടുന്ന റേറ്റ് കുറവുമാണ്. അപ്പം ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള BNS വ്യവസ്ഥ വളരെ പ്രശ്നമായിട്ടുള്ള വ്യവസ്ഥയാണ്.